പശ്ചിമബംഗാളിൽ നടപ്പാക്കുന്ന SIR ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് എന്നുള്ളത് കോടതിയുടെ നിരീക്ഷണം വ്യക്തമാക്കുകയാണ്. SIR നടപടികൾ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളിൽ മാനസിക സമ്മർദ്ദവും കടുത്ത ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നു എന്നതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്നത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സംവിധാനങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണോ അതോ ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ടവകാശത്തിൽ നിന്നും അകറ്റി നിർത്താനാണോ എന്നുള്ള സംശയം ഇവിടെ ശക്തമാവുകയാണ്. 1950 നിയമത്തിൽ സംക്ഷിപ്തമായ വോട്ടർ പട്ടിക പുതുക്കുവാനുള്ള അധികാരം പാർലമെന്റ് നൽകിയതിന്റെ പശ്ചാത്തലമെന്നത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. രാജ്യം വിഭജിക്കപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് വീടും നാടുമൊക്കെ നഷ്ടപ്പെട്ട് അതൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. അന്നത്തെ കലാപങ്ങളും കുടിയേറ്റവും മൂലം ജനസംഖ്യാ രേഖകൾ അസ്ഥിരമായിരുന്നു. ആ സാഹചര്യത്തിലാണ് അടിയന്തരമായി പട്ടിക പുതുക്കാൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് അധികാരം നൽകപ്പെട്ടത്. ഇന്നത്തെ ഇന്ത്യയിലെ സ്ഥിരതയുള്ള സാഹചര്യങ്ങൾക്ക് ബാധകമാക്കാവുന്ന ഒന്നല്ല. ഇന്നത്തെ പശ്ചിമബംഗാളിൽ നടപ്പിലാക്കുന്ന SIR നടപടികൾ ആ ചരിത്ര പശ്ചാത്തലത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഉള്ളതാണ്. ജനാധിപത്യ ഇന്ത്യയിൽ രേഖകളുള്ള പൗരന്മാരെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുകയും അവരെ സ്വന്തം പൗരത്വം തെളിയിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ ഒരു തെറ്റാണ്. കോടതി വ്യക്തമാക്കിയതുപോലെ എത്ര ഉന്നത അധികാര കേന്ദ്രമായാലും നിയമവും നടപടിക്രമങ്ങളും പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇത് SIR നടപ്പാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് നേരെയുള്ള കടുത്ത ഒരു മുന്നറിയിപ്പാണ്. SIRന്റെ പേരിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന്റെ ദയയിൽ നിൽക്കുന്ന ഒരു ആനുകൂല്യം പോലെ അത് മാറ്റിമറിക്കപ്പെടുകയാണ്. പാവപ്പെട്ടവർ, കുടിയേറ്റ തൊഴിലാളികൾ, ന്യൂനപക്ഷങ്ങൾ, ഗ്രാമീണ ജനത ഇവരാണ് ഇത്തരം നടപടികളുടെ ആദ്യ ഇരകൾ. ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തവരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക എന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വത്തിന്റെയും രാഷ്ട്രീയ അവകാശങ്ങളുടെയും കടുത്ത ലംഘനമാണ്. കോടതി ചൂണ്ടിക്കാട്ടിയ മാനസിക സമ്മർദ്ദം ഒരു ചെറിയ പരാമർശമല്ല. SIR നടപടികൾ ജനങ്ങളെ സ്ഥിരമായി ഭീതിയിലാഴ്ത്തുകയാണ്. എന്റെ പേര് പട്ടികയിൽ ഉണ്ടാകുമോ, വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന ആശങ്കകൾ വർദ്ധിക്കുകയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേര് നടപ്പിലാക്കുന്ന SIR യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള പുറത്താക്കലാണെന്ന ആരോപണമാണ് ഇവിടെ ശക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ കോടതി പറയുന്നത് പോലെ നടപടിക്രമങ്ങൾക്ക് മുകളിലല്ല. അവർ അധികാരത്തിന്റെ ഉപകരണങ്ങളായി മാറുന്ന ആ ഒരു നിമിഷം ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത അവിടെ തകർന്നു തുടങ്ങുകയാണ്. അതിനാൽ പശ്ചിമബംഗാളിൽ നടപ്പിലാക്കുന്ന SIR തൽക്ഷണം നിർത്തിവയ്ക്കുകയും സുതാര്യവും നിയമപരവുമായ രീതിയിൽ മാത്രമേ വോട്ടർ പട്ടിക പുതുക്കാവൂ എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട്. കോടതി ഉയർത്തിയ ഈ ശക്തമായ മുന്നറിയിപ്പ് SIRനെതിരായ ജനാധിപത്യ പോരാട്ടത്തിന് ഒരു വലിയ പിന്തുണയായി മാറുകയാണ്.